everyone, welcome back to Students Guide. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിക് ബേസ് ആയിട്ട് നമ്മളൊരു കോഴ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതിലെ ഫസ്റ്റ് ടോപ്പിക്കായ കേരള ചരിത്രം എന്ന ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട അതായത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റുമായിട്ടാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. VFA അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 30 പോയിൻറ്റുകളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ പോയിൻ്റ്, വാസ്കോ ഡ ഗാമ 1498 കാപ്പാടാണ് കപ്പലിറങ്ങിയത്. ഒന്നാമത്തെ പോയിൻ്റ് ഒന്നുകൂടി നോക്കാം. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്, വർഷം 1498. 2, പോർച്ചുഗീസുകാരനായ ഫോർട്ട് മാനുവൽ വന്നിറങ്ങിയ സ്ഥലം കൊച്ചി. ഒന്നുകൂടി നോക്കാം. ഫോർട്ട് മാനുവൽ വന്നിറങ്ങിയ സ്ഥലം കൊച്ചിയാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യം പോർച്ചുഗീസ്. 3, ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം 1599. ഉദയം പേരൂർ സുനഹദോസ് വർഷം 1599. 4, കൂനൻ കുരിശ് സത്യം നടന്ന വർഷം 1653. കൂനൻ കുരിശ് സത്യം നടന്ന വർഷം 1653. 5, ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ച് ഭാഷയിലാണ് നിർമ്മിച്ചത്. എഴുതിയത് വാൻഡീഡാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യം രചിച്ച ഭാഷ ഡച്ച്, അത് എഴുതിയത് വാൻഡീഡാണ്. 6, കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം വർഷം 1741. 7, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം വർഷം 1721. 8, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. 9, തൃപ്പടിദാനം നടന്ന വർഷം 1750. തൃപ്പടിദാനം നടന്ന വർഷം 1750 ആണ്. 10, പതിവ് കണക്ക് തയ്യാറാക്കിയത് മാർത്താണ്ഡവർമ്മ. പതിവ് കണക്ക് തയ്യാറാക്കിയത് മാർത്താണ്ഡവർമ്മയാണ്. 11, ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാളാണ്. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ. 12, മൈസൂർ പ്രതിരോധത്തിന് വേണ്ടിയാണ് നെടുങ്കോട്ട നിർമ്മിച്ചത്. നെടുങ്കോട്ട നിർമ്മിച്ചത് മൈസൂർ പ്രതിരോധത്തിന് വേണ്ടിയാണ്. 13, സംഗീതത്തെ സ്നേഹിച്ചിരുന്ന രാജാവ് സ്വാതി തിരുനാളാണ്. സംഗീതത്തെ സ്നേഹിച്ചിരുന്ന രാജാവ് സ്വാതി തിരുനാളാണ്. 14, ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ച വർഷം 1888. തിരുവനന്തപുരത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ച വർഷം 1888 ആണ്. 15, പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865 ആണ്. 16, മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891. 17, ഈഴവ മെമ്മോറിയൽ നടന്ന വർഷം 1896. 2 പോയിന്റുകളാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മൾ പഠിച്ചത്. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891 ഈഴവ മെമ്മോറിയൽ നടന്ന വർഷം 1896. 18, ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. 19, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ആരാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്? ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 20, SNDP സ്ഥാപിതമായ വർഷം 1903. SNDP സ്ഥാപിതമായ വർഷം 1903 ആണ്. 21, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. 22, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം വർഷം 1924 ആണ്. 23, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 to 32. ഗുരുവായൂർ സത്യാഗ്രഹം വർഷം 1931 മുതൽ 1932 വരെയാണ്. 24, പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KK എളപ്പൻ. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KK എളപ്പൻ. 25,
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1938. 26. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. 27. കേരളപ്പിറവി വർഷം 1956 നവംബർ 1. കേരളപ്പിറവി നടന്ന വർഷം 1956 നവംബർ 1. 28. ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്നത് 1957 EMSൻ്റെ നേതൃത്വത്തിലാണ് ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത്. ഒന്നുകൂടി നോക്കാം. ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം 1957. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്നത്. 29. വിമോചന സമരം നടന്ന വർഷം 1958-59. വിമോചന സമരം നടന്ന വർഷം 1958-59 വരെ. 30. ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. അതിനെ തുടർന്നാണ് EMSൻ്റെ നേതൃത്വത്തിൽ ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്നത്. ഇതാണ് കേരള ചരിത്രം എന്ന ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട 30 പോയിന്റുകൾ. ഇത് റാങ്ക് മേക്കിംഗ് പോയിന്റുകളാണ്. അതുകൊണ്ട് ഒന്നുപോലും വിടാണ്ട് പഠിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഈ കേരള ചരിത്രം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ച് മുഴുവൻ PSC ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.